നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉയർന്ന വെളിപ്പെടുത്തലും ആരോപണങ്ങളും അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിക്കുമ്പോൾ സിനിമാ ലോകത്ത് സമ്പൂർണ്ണ അനിശ്ചിതത്വം തുടരുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പരാതി ഉന്നയിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ അതും അന്വേഷിക്കും. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. IG സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ ഉയർന്ന റാങ്കിലുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നതാണ് സംഘം. ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷ് മേൽനോട്ടം വഹിക്കും. പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് വെങ്കടേഷിനെ അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. പക്ഷപാതമില്ലാതെ വെങ്കടേഷ് പ്രവർത്തിക്കും എന്നതാണ് വിലയിരുത്തൽ. ഇതിനൊപ്പം പോലീസ് മേധാവിയുടെ സമ്പൂർണ്ണ നിരീക്ഷണവും ഉണ്ടാകും. പോലീസ് ആസ്ഥാനത്തെ സമകാലിക വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വെങ്കടേഷിനെ ചുമതല ഏൽപ്പിച്ചത്. ബംഗാളി നടി ശ്രീലേഖ മിത്ര, മലയാളി സിനിമാ പ്രവർത്തക സോണിയ മൽഹാർ, ടെസ് ജോസഫ്, ശ്വേത മേനോൻ തുടങ്ങിയവരാണ് തൊഴിൽ ചൂഷണവും ലൈംഗിക അതിക്രമവും തുറന്നു പറഞ്ഞത്. WCC നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2017 ജൂലൈ 7-നാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചത്. 2019 ഡിസംബർ 31-ന് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. സിനിമയിൽ സ്ത്രീ പുരുഷ വിവേചനമുണ്ടെന്നും സ്ത്രീകൾ പലവിധ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. അന്വേഷണം നിയോഗിച്ച സംഘത്തിന് മുന്നിൽ വെല്ലുവിളികൾ ഒരുപാടുണ്ട്. സാമൂഹ്യ മാധ്യമത്തിലെ ആരോപണങ്ങളും ചാനലുകളിലെ അഭിമുഖങ്ങളുമാണ് ആദ്യഘട്ടത്തിൽ പോലീസിന് മുന്നിലുള്ള ഏക തെളിവ്. ഇത് വിശദമായി പരിശോധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയവരെ പോലീസ് സമീപിക്കും. മൊഴി നൽകുവാനും ആരോപണത്തിൽ ഉറച്ചു നിൽക്കുവാനും ഇരകൾ തയ്യാറായാൽ മാത്രമേ പോലീസിന് പ്രാഥമിക അന്വേഷണം പോലും സാധ്യമാകൂ. വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങളാണ് ആരോപണങ്ങളായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോപണ വിധേയർ എല്ലാം നിഷേധിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ തെളിവുകൾ അടക്കം കണ്ടെത്തേണ്ടി വരും. സിദ്ദിഖിനെതിരെ പരാതി ഉയർത്തിയ യുവനടി ഉറച്ച നിലപാടിലാണ്. ഇവരുടെ മുൻമൊഴികളെല്ലാം പരിശോധിച്ചാകും പീഡന സ്വഭാവത്തിലും കേസെടുത്താൽ ഇടേണ്ട വകുപ്പുകളിലും തീരുമാനമെടുക്കൂ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച രഞ്ജിത്തിനെതിരെ ബംഗാൾ നടി പോലീസിന് നൽകുന്ന മൊഴി അതിനിർണായകമാകും. താൻ അതിക്രമത്തിന് വിധേയായില്ലെന്നും അതിക്രമത്തിനുള്ള ശ്രമം തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നുവെന്നുമാണ് വെളിപ്പെടുത്തൽ. ഈ കേസിന് 2 സാക്ഷികളുമുണ്ട്. ഇവരെയും പോലീസ് സംഘം ബന്ധപ്പെടും. ഈ 2 കേസുകളാകും പ്രാഥമികമായി സംഘം പരിശോധിക്കുക. മുകേഷിനെ കുടുക്കിലാക്കി ടെസ് ജോസഫിന്റെ മൊഴിയുമുണ്ട്. റിയാസ് ഖാനും ആരോപണ നിഴലിലാണ്.